2023 മാർച്ചിനും 2024 ഇടയിൽ ഡിജിറ്റൽ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് 5 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 14.57 ബില്യൺ അഥവാ 162 ദശലക്ഷം യൂറോ, 175 ലക്ഷം ഡോളർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് നൽകിയ കണക്ക് പ്രകാരമാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ഉറവിടം നാം അന്വേഷിച്ചെത്തുമ്പോൾ മ്യാൻമറിലേക്കും കംബോഡിയയിലേക്കുമാണ് എത്തിച്ചേരുന്നത്. നാം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞൊരു സംഭവമാണ്. 8ഓളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 8ഓളം IT മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിന് വേണ്ടി കംബോഡിയയിലെത്തുകയും അവിടെ അവർക്ക് ഏറ്റ പീഡനങ്ങളും അതിനുള്ളിൽ നടക്കുന്ന ഓരോ സ്കാമുകളെക്കുറിച്ച് നമ്മോട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ മാസത്തിനടുക്ക് നാം അറിഞ്ഞതാണ്. എങ്ങനെയെല്ലാമാണ് ജനങ്ങളിലേക്ക് തട്ടിപ്പെത്തുന്നു എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഒന്ന്, ട്രൈ ഫോൺ സ്കാം, അഥവാ ഒരു കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങൾ തൊടണം, അതിൽ ക്ലിക്ക് ചെയ്ത് കയറണമെന്നായിരിക്കും സന്ദേശം. എന്നാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തൊന്നാണ് പാർസൽ കസ്റ്റംസ് തടഞ്ഞു വെച്ച് എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾക്കുള്ള പാർസലുകൾ, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരുപാട് പാർസലുകൾ വന്നു, അതിനെ തടഞ്ഞു വെച്ചു എന്ന രീതിയിൽ സംസാരിക്കുകയും അതിനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പണമടക്കണമെന്ന് നിങ്ങളോട് പറയുന്ന രീതി. അതുപോലെ മൂന്നാമത്തൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. 67-കാരനും 37-കാരനായ കഥ പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചതാണ്. ഇന്ത്യയിൽ മാത്രം ഈ അടുത്ത് 4 വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്നതിൻ്റെ പേരിൽ കോടിക്കണക്കിന് പൈസകൾ കൊള്ള ലാഭയടിച്ചത് നമ്മുടെ ഈ സ്വന്തം രാജ്യത്ത് ഈ മാസത്തിനിടയ്ക്ക് നാം കേട്ട കഥയാണ്. അതുപോലെ ബന്ധു അറസ്റ്റ് എന്ന പേരിൽ, ട്രേഡിങ്ങിലൂടെ ഉടൻ പണം ലഭിക്കുമെന്ന പേരിൽ, അതുപോലെ ചെറിയ ജോലിയിൽ ഉയർന്ന ശമ്പളം, ആ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണമടക്കണമെന്ന പേരിൽ, വ്യാജ ക്രെഡിറ്റ് കാർഡ് മുഖേന, അതുപോലെ KYC, അങ്ങനെ ഉദാരമായ വ്യക്തിത്വം, അങ്ങനെ തുടങ്ങി നീളുന്നുണ്ട് ഈ പട്ടിക. അതിൽ ഇന്ന് നമ്മുടെ ഈ അടുത്ത് നമ്മൾ കേട്ട ഹണി ട്രാപ്പ് വരെ ഇതിൽ പ്രധാന ഒന്നാണ്. RBIയുടെ കണക്ക് പ്രകാരം ATM-ലൂടെയും ക്രെഡിറ്റിലൂടെയും ഡെബിറ്റിലൂടെയും എന്നീ കാർഡുകൾ ബന്ധപ്പെട്ട് മാത്രം 11,977 കേസുകൾ 2015-2016 കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുമുണ്ട്. ജില്ലയിൽ ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ 5,54,64,776 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ വർഷം 52 എന്നുള്ളത് അത് വർദ്ധിച്ച് 55 അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മാസത്തിലെ കണക്കുകൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജില്ലയിൽ ഏകദേശം ഈ മാസം 7.5 ലക്ഷം രൂപയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശരാശരി ഒരു വർഷം 60 കോടിയുടെ നഷ്ടം ഡിജിറ്റലിലൂടെ നമുക്കുണ്ടാകുന്നുണ്ട്. RBIയുടെ കണക്ക് പ്രകാരം UPIയിൽ 6.32 ലക്ഷം കേസും അതിൽ 485 രൂപയുടെ ഏകദേശം വില വരുന്ന കേസ് ഇന്ത്യൻ RBIയുടെ റിപ്പോർട്ട് വിട്ട കണക്കിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിലെ ഡോക്ടറിൽ നിന്ന് 7 കോടിയും കൊച്ചിയിലെ യുവതിയിൽ നിന്ന് 4 കോടിയും IT മേഖലയിലെ ഒരു വ്യക്തിയിൽ നിന്ന് 2 കോടിയും ഈ അടുത്താണ് തട്ടിപ്പോയത്. 2022 9 ലക്ഷമുള്ളത് 23 16, 24 1.6 മില്യണായി അത് വർദ്ധിച്ചിട്ടുണ്ട്. അത്രമേൽ തട്ടിപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. MTFE-യിലൂടെയും മോറിസിലൂടെയും ലിസ്കീമിലൂടെയും
ഒരുപാട് ചെറുതും വലുതുമായ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് സ്കീമുകളിലൂടെ നമ്മിൽ നിന്ന് 1500 കോടിയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഗവേഷകരുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഡിജിറ്റൽ തട്ടിപ്പിന്റെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് കിടക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലെ ഹാക്കിങ്ങിലൂടെ നടക്കുന്നുണ്ട്, ഓൺലൈൻ ക്രിമിനൽ ഓർഗനൈസേഷനുകൾ വഴി നടക്കുന്നുണ്ട്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഡെബിറ്റ് കാർഡ് പോലത്തെ കാർഡുകൾ വഴി വിവരം ചോർത്തിയിട്ടും നടക്കുന്നുണ്ട്. എന്നാൽ ഇവരെയൊന്നും പിടിച്ചു കെട്ടാൻ കൃത്യമായ ഒരു ലേബൽ നമ്മുടെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടില്ല. ഇനി രൂപപ്പെട്ടാൽ തന്നെ അതിൻ്റെ ഒരുപാട് പരിധികൾ അതിനുണ്ട്. അതിലൊന്നാമത്തെ പരിധിയാണ് സൈബർ കുറ്റവാളികൾ എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലേക്ക് ഉൾക്കൊണ്ട്, നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തി, മ്യാൻമർ പോലത്തെ അല്ലെങ്കിൽ കംബോഡിയ പോലത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊണ്ട ഒന്നാണ് ഈ ഡിജിറ്റൽ തട്ടിപ്പ് എന്നുള്ളത്. ആ ഡിജിറ്റൽ തട്ടിപ്പിനെ ഒരു രാജ്യത്തിൽ നിന്ന് അതിൻ്റെ പ്രോട്ടോകോളുകളെല്ലാം മറികടന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അതിനൊരുപാട് പ്രോസിക്യൂഷൻ ഒരുപാട് വൈകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ ഇതിനെ നമ്മിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ നിർത്താനുള്ള ഒരു ഓപ്ഷനായി പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോർട്ടിൽ തന്നെ 66D പ്രകാരം സൈബർ സെല്ലുകളെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാമെന്നാണ്. അതിലൊന്നാമതായി ചെയ്യേണ്ടത് സൈബർ സെല്ലുകളും ബാങ്കിലെ നോഡൽ ഓഫീസേഴ്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഫ്രോഡ് എന്നുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പിൽ ഒരുപാട് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരും അതിന് പ്രൊഫഷണലായ ഒരുപാട് ഉദ്യോഗസ്ഥർ ചേർന്ന ഒന്നാണ്. ആ ചേർന്ന ഒന്നിലേക്ക് നമ്മതിനെ എത്തിക്കുമ്പോഴേക്കും ആ പണം വിഡ്രോവൽ ആയിട്ടില്ലെങ്കിൽ നമുക്കതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മുടെ സർക്കാർ വെക്കുന്നുണ്ട്. ഈ രണ്ടാമത്തൊന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും FIR എടുപ്പിക്കുകയും അത് ബാങ്കുകാരുടെ നെയിലയിലൂടെ പോയതാണെങ്കിൽ ആ പണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ഓപ്ഷൻസും കാണുന്നുണ്ട്. സിറ്റിസൺ ഫിനാൻഷ്യൽ സൈബർ ഫ്രെയിം എന്ന പേരിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 155260 എന്ന ട്രോൾ ഫ്രീ നമ്പറിലൂടെ അറിയിച്ചാൽ നമ്മുടെ പരാതിക്കനുസരിച്ച് ആ പരാതി പോലീസിലേക്ക് അറിയിക്കുകയും ആ പോലീസ് അത് അതിൻ്റെതായ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും അതിലൂടെ ആ പണത്തെ ഒരു വിധത്തിൽ ഷെയർ ചെയ്യുന്നതിനെ തടയാൻ പറ്റുമെന്ന് നമ്മോട് പറയുന്നുണ്ട്. കൊച്ചിയിൽ മാത്രം 3251 ബാങ്ക് അക്കൗണ്ടുകൾ, 3339 മൊബൈൽ സിം കാർഡുകൾ, 5175 ഫോണുകൾ, 1475 വെബ്സൈറ്റുകൾ, 158 അനധികൃത ലോൺ ആപ്പുകളും തട്ടിപ്പിന്റെ പേരിൽ വിവിധ കേസുകളായി നിർജീവമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ തടയാനുള്ള ഒരുപാട് വഴികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാണ് 7000-ഓളം വളണ്ടിയേഴ്സിനെ രൂപപ്പെടുത്തിയതുകൊണ്ട് ഒരു കൂട്ടായ്മ തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അവസാനമായി ഈ പുതുവർഷത്തിന്റെ ഭാഗമായിട്ട് 3 പദ്ധതികൾ തന്നെ കേരള പോലീസ് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് വാട്സപ്പ് ചാറ്റ് ബോട്ട്. നമ്മളൊരു ലിങ്ക് എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ SMS-ലൂടെ മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടിയ ലിങ്കുകളെ അത് നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നതോടുകൂടെ 3 സിഗ്നലുകൾ നമുക്ക് തരുന്നുണ്ട്. അതിലൊന്നാമത്തത് പച്ച, അതുപോലെ ചുവപ്പ്, ഓറഞ്ച്. അതിൽ പച്ച ലഭിക്കുകയാണ് തീർത്തും സുരക്ഷിതമാണ്, രണ്ടാമത്തത് ചുവപ്പാണ് അപകടകരമാണ്, മൂന്നാമത്തെ ഓറഞ്ച് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ പഠന വിധേയമാക്കണമെന്നും അത് 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് അതിനെ കൃത്യമായി നമ്മൾ വിവരം അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ അക്കൗണ്ട് സ്കോറിംഗ്, ഒരു അക്കൗണ്ടിന് സ്കോറിംഗ് എന്ന് ലഭിക്കുന്ന ഇസ്രായേൽ പോലത്തെ വലിയ രാജ്യങ്ങൾ പയറ്റി വിജയിച്ചൊരു വിഷയമാണിത്. അഥവാ ഒരു തട്ടിപ്പുകാരൻ 1, 2, 3 വർഷം, ഒരു മാസം മാത്രമാണ് ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ അക്കൗണ്ടുകളെല്ലാം കൃത്യമായി നോക്കി അതിനെ വിലയിരുത്തി സ്കോർ ലഭിച്ചുകൊണ്ട് അതിനെ നമുക്ക് ഒരു മെസ്സേജായി വിവരം അറിയിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ പോലും ഇങ്ങനെ ഒരുപാട് സംഗതി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ കൃത്യമായി വലയം ചെയ്ത് പിടിക്കാൻ അവരുടെ ആളുകളിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ സർക്കാരിന് ഇതുവരെ എത്തിയിട്ടില്ല. അത് ലോകത്ത് മൊത്തമുള്ളത് കൊണ്ട് ലോക ബാങ്കുകൾ ഇടപെട്ട് അതിന് വലിയൊരു വഴികളെ കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപാട് നഷ്ടം നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്ത് തന്നെ നടക്കുമെന്ന് ഇതിന് പുതിയ നൂതന വേർഷങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.